ഇതെൻ്റെ ഹാങ്ങിങ് വിങ്കയാണേ. അപ്പം ഇത്രയും നാളാകുമ്പം ഹാങ്ങിങ് വിങ്കയുടെ ഇലകൾക്കൊക്കെ ഈ മഴക്കാലത്ത് ചെറിയൊരു വളർച്ചക്കുറവും അതുപോലെ തന്നെ ഇതിൻ്റെ അത് കണ്ടോ തണ്ടുകൾക്കൊക്കെ ഒരു മുരടിപ്പുമൊക്കെ നമുക്ക് തോന്നും. ഇതുണ്ടോ ഇലകൾക്ക് കരിച്ചിൽ പോലെ ഇതെല്ലാം നമുക്ക് തോന്നുന്നൊരു സമയമാണിത്. അപ്പം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഈ സമയത്ത് നമുക്ക് ഹാങ്ങിങ് വിങ്ക മുറിച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഹാങ്ങിങ് വിങ്ക ഇത്രയും നാളും ഈ പറഞ്ഞ പോലെ വളർച്ചയൊക്കെ കുറഞ്ഞ് അതിൻ്റെ ഏറ്റവും മോശം സീസണിലാണ് കടന്നു പോയത്. അപ്പം നമ്മളിനി ചെയ്യേണ്ടത് ഇത് നമ്മൾ മുറിച്ച് പുതിയ ചെടികളാക്കി മാറ്റി ഇഷ്ടം പോലെ ചെടികളാക്കി എടുക്കാവേ. ഇത് ഹാങ്ങിങ് വിങ്ക വേറെ കളറാണ്, കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അതിൻ്റെ ചുവട് നിൽക്കുന്നത് കണ്ടോ, ചുവട് കാണുമ്പോൾ അറിയാം ഇത് നല്ല കട്ടിയുള്ള തണ്ടായി. ഒരു വർഷമൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ഇത്രയും കട്ടിയുള്ള തണ്ടുകളായിട്ട് ഇത് നിൽക്കുന്നത്. ഇത് കണ്ടോ അതിൻ്റെ തണ്ടിൻ്റെ ഒരു കട്ടി ചുവടൊക്കെ കണ്ടോ, നല്ല മൂത്ത ചുവടുകളായി മാറി കണ്ടോ. അപ്പോൾ ഇത്തരം ഹാങ്ങിങ് വിങ്ക ഞാനിത് ചെയ്തെടുത്തത്, സാധാരണ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഹാങ്ങിങ് വിങ്ക ഒരു വർഷം നിൽക്കാറുള്ളതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഹാങ്ങിങ് വിങ്ക കുറേ നാളത്തേന് നമുക്ക് ലാസ്റ്റ് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് പ്രൂണിങ് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് പ്രൂൺ ചെയ്യുക. ഈ മഴക്കാലം കഴിയുമ്പോഴേക്കും പ്രൂൺ ചെയ്യുക. നമ്മളിതിൻ്റെ പുതിയ തളിപ്പുകൾ നിർത്തിയിട്ട് പഴയ ലോങ് ആയിട്ട് പോയ തണ്ടുകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുക. ഇതിൻ്റെ ഒരു പഴയ തണ്ടാണ് കണ്ടോ, ലോങ് ആയിട്ട് പോയേക്കാണ്, ഇലകൾ കുറവാണ്. ഇത്തരം തണ്ടുകൾ നമ്മൾ മുറിച്ച് കളയണം. ഇതിന് പുറകിൽ നിന്ന് ഒരു തളിപ്പ് നല്ല ആരോഗ്യമുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള പുതിയ തളിർപ്പ് വന്നേക്കുന്നതാണ് ഇത്. അപ്പോൾ ഈ തളിർപ്പുകൾ അവിടെ നിർത്തുക. അതിന് ശേഷം ഇവിടെ വെച്ചത് മുറിച്ച് മാറ്റുക. ഇങ്ങനെ മുറിച്ച് മാറ്റുമ്പം ഞാൻ ഇപ്പോൾ ഒന്ന് തൽക്കാലം ഒടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോരുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒടിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ. അതങ്ങോട്ട് മുറിച്ചെടുത്ത് മാറ്റി നമുക്ക് കളയുക. അപ്പോൾ ഇനി ഇത് പുതിയ ചെടിയുടെ നല്ല തളിർപ്പുകളായിട്ട് ഹെൽത്തി ആയിട്ട് ഇതിങ്ങോട്ട് താഴോട്ട് വളർന്നു വരും. അങ്ങനെ മുറിച്ച് മാറ്റിയതാണ് കൂടുതലും ഇതിനകത്ത്, അങ്ങനെ മുറിച്ച് മാറ്റിയ ചെടികളാണ്. അപ്പം പഴയ ഹാങ്ങിങ് വിങ്കയുടെ പോട്ട് മാറ്റുമൊന്നും വേണ്ട. ഇനി നമ്മൾ മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പോട്ടിൻ്റെ മണ്ണൊക്കെ നല്ല ഉറച്ചാണ് നിൽക്കുക. കളകളൊക്കെ റിമൂവ് ചെയ്യുക. എന്നിട്ട് മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പോട്ടിലെ മണ്ണ് ഇത് നല്ല ഉറച്ചായിരുന്നത്, പായലൊക്കെ പോലെ പിടിച്ചിട്ടുണ്ട്, കുറേ നാളായല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇത് കണ്ടോ, ഇപ്പോൾ പഴയ കട്ടിങ് എന്ന് പറയുന്നത് പഴയ ചെടി ഇത്രേ ഉള്ളൂ കണ്ടോ, ഒരു ഷേപ്പിൽ ഇത്രേ ഉള്ളൂ, ആ പഴയ ചെടിയുള്ളൂ. ബാക്കി അതിൻ്റെ എല്ലാ ബ്രാഞ്ചസും പുതിയതായിട്ട് വന്ന ബ്രാഞ്ചസാണ്. കളകളൊക്കെ റിമൂവ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് മണ്ണ് ഇങ്ങനെ ഒന്ന് വേര് അധികം പൊട്ടാതെ വെച്ച് മാറ്റി ദൂരേക്ക് മാറ്റി മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. ചെടിക്ക് ഒത്തിരി അനക്കം വരണ്ട, അല്ലാതെ വേണം മണ്ണ് ഇളക്കി കൊടുക്കാനായിട്ട്. മഴ സീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഒട്ടും വളർച്ചയില്ലാത്തൊരു സമയമാണ് കേട്ടോ. അതിന് ഹാങ്ങിങ് വിങ്കയ്ക്ക് ഹ്യൂമിഡിറ്റി പോലും ചിലപ്പോൾ താങ്ങാൻ പറ്റത്തില്ല. അപ്പം മഴ കൊള്ളാതെ വേണം നമ്മൾ മാറ്റിയിടാനായിട്ട്. ഇതൊരു ഹെൽത്തി അല്ലാത്ത ബ്രാഞ്ചാണ്. അപ്പോൾ അത് ഞാൻ മുറിച്ച് മാറ്റും. ഇത് മുറിച്ച് മാറ്റി. ഇതെല്ലാം നമുക്ക് പിടിപ്പിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒത്തിരി ചെടികളാക്കി മാറ്റാം. ആവശ്യമില്ലാത്ത ഉണങ്ങി തുടങ്ങിയ ഇലകളൊക്കെ മാറ്റുക. അസുഖം പിടിച്ച പോലത്തെ നിൽക്കുന്ന ഇലകളൊക്കെ ഇതിൽ നിന്ന് മാറ്റിക്കളയുക. നമുക്ക് പുതിയ ചെടിയാക്കി ഇതിനെ മാറ്റിയെടുക്കാം. അതിന് ശേഷം ഇതൊരല്പം ഫാക്ടംബോസാണ് കേട്ടോ. ഫാക്ടംബോസിൻ്റെ കാണാമല്ലോ അല്ലേ, ഫാക്ടംബോസിൻ്റെ ഗുളികകളാണ്. ഞാനൊരു ഇത്ര എടുക്കുന്നുള്ളൂ, ഒരു 6 തരി അല്ലെ 7 തരി അത്രയൊക്കെ മതി. അത്രയും തരികൾ മാത്രം നമ്മൾ ഇതിനകത്ത് അവിടെ എവിടെയൊക്കെ ആയിട്ട് വേരിൽ നിന്ന് മാറ്റി പല സ്ഥലത്തായിട്ട് നമ്മളിതാ ഇട്ട് കൊടുത്തു. അത്രയും മതിയാകും. അതിന് ശേഷം അത് നമ്മൾ മണ്ണ് കൊണ്ടിങ്ങനെ മാറിപ്പോകാതിരിക്കാം, വേരിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാം മണ്ണ് കൊണ്ടിങ്ങനെ ഒന്ന് മൂടിക്കൊടുത്തു. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. സാഫ് ഉള്ള വെള്ളം ഒഴിച്ചോ കുഴപ്പമില്ല. ഞാനിത് സാഫ് മാത്രമല്ല ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്തിട്ടുണ്ട്. കാരണം എയറേഷൻ കൂടാൻ വേണ്ടിയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തത്. നമുക്കിനി ഒരു പ്രശ്നവുമില്ല. നമുക്കിത് വീണ്ടും ഹാങ്ങിലേക്ക് ഇടാം. ഇനി നമ്മൾ മുറിച്ച് മാറ്റിയ കട്ടിങ്സ് ഇപ്പോൾ ഇത് ഞാൻ മുറിച്ചെടുത്ത കട്ടിങ്സാണിത്. ഈ കട്ടിങ്സ് ഞാനിപ്പം പിടിപ്പിച്ചെടുക്കാൻ പോവാണ്. ഇതിൽ നിന്ന് എത്ര ചെടി ഉണ്ടാക്കാമെന്ന് നോക്കിക്കേ.
ഇതാ ഇതിൽ നിന്ന് ഈ ഇല താഴെ ഇത് കണ്ടോ, ഈ ഒരു ഒടിവിൽ വെച്ച് ഞാൻ ഇതാ ഇങ്ങനെ ഒടിച്ചെടുക്കും. ഇതൊരു ചെടിയാക്കാം, ഇതൊരു ചെടിയാക്കാം. ഒരു കുഞ്ഞ് കട്ടിങ്സ് ഇരിക്കുന്നുണ്ടോ, ഇതൊരു ചെടിയാക്കിയെടുക്കും. ഇത്രയും മതി ഒരു ചെടിയാവാൻ, ഇത്രയേ ഉള്ളൂ ഒരു ചെടിയാക്കിയെടുക്കാം. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇതൊരു ചെടിയാക്കി 3 4 5 6 ഇതാ ഇത്രയും ചെറുത് പോലും നമുക്ക് പിടിച്ച് കിട്ടും. ഇത്രയുള്ള ചെറുത് പോലും നമുക്ക് പിടിച്ച് കിട്ടും എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സിമ്പിളാണിത്. ഇപ്പോൾ ഒരു ചെടി ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഹെൽത്തി ആയിരിക്കുമ്പോൾ തന്നെ ആ ചെടി ധാരാളമായിട്ട് പിടിപ്പിച്ചെടുക്കണം. ഇതാ ഇപ്പം ഇത് 6 ഗ്ലാസ്സിലേക്കാണ് ഞാൻ കുത്തി കൊടുക്കുന്നത്. ഇപ്പം പരിചയമില്ലാത്തവരാണെങ്കിൽ മണലും അല്പം നമ്മുടെ വെർമി കമ്പോസ്റ്റോ ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ മണലിൽ മാത്രം കുത്തി കൊടുത്താലും മതി. ഇതാ ഇതുപോലൊരു ഹോൾ ഇടുക. ഗ്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. ഇതുപോലൊരു ഹോൾ ഇടുക. 1 2 3 ഹോൾ ഇടാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഇട്ടെന്നേ ഉള്ളൂ. കൂടുതൽ നന്നായിട്ട് ഹോൾ ഇട്ടാൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകണം. അങ്ങനെ ഹോൾ ഇടുക. ഹോൾ ഇട്ടതിന് ശേഷം ഇത് മണലും പിന്നെ ചാണകപ്പൊടി ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും കൂട്ടിയിട്ടേക്കുന്ന മണ്ണാണ് കേട്ടോ. എൻ്റെ കയ്യിൽ വെർമി കമ്പോസ്റ്റ് ഒന്നുമില്ല, കമ്പോസ്റ്റ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ചാണകപ്പൊടിയാണ് എടുത്തേക്കുന്നത്. മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറുകൂടി നിറച്ചാണ്. ചകിരിച്ചോറ് അധികം വേണ്ട, ഒരല്പം മതി, ജലാംശം നിൽക്കാൻ മാത്രം. ഇത് നന്നായിട്ട് നനയ്ക്കുക ആദ്യം. നന്നായിട്ട് നനച്ചതിന് ശേഷം ഏറ്റവും ചോട്ടിലെ ഇലകൾ നിർത്തരുത്. ഏറ്റവും ചോട്ടിലെ ഇലകൾ മണ്ണിലേക്ക് മുട്ടാനുള്ള ഇടയുണ്ട്. അപ്പം മണ്ണിൽ ഒരു ഇല പോലും മുട്ടുന്നില്ലെന്ന് ഉറപ്പ് വരുത്തണം. ആ ചോട്ടിലെ ഇലകൾ നന്നായിട്ട് മുറിച്ച് മാറ്റുക. ഒരു കാരണവശാലും ചോട്ടിൽ ഇലകൾ ഉണ്ടാവരുത്. ഈ ചോട്ടിലെ ഇലകളെല്ലാം മുറിച്ച് മാറ്റിയിട്ട് ഒരില പോലും ഇല്ലെന്ന് മണ്ണിൽ മുട്ടില്ലെന്ന് ഉറപ്പാക്കിയിട്ട് ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ. ഇത് നമുക്ക് പിടിച്ച് കിട്ടിക്കോളും. ഇലകൾ ഉണ്ടാവരുത്, അതാണ് പ്രധാനം. ഇലകൾ മണ്ണിൽ മുട്ടരുത്. ഇലകൾ കേടായി കഴിഞ്ഞാൽ ഇത് പിടിച്ച് കിട്ടത്തില്ല. ഇലകൾ നന്നായിട്ട് മണ്ണിൽ മുട്ടുമ്പോൾ അത് അഴുകിപ്പോകാൻ ഇട വരും. അപ്പോൾ അത് പിടിച്ച് കിട്ടാനായിട്ട് പാടാണ്. രണ്ട് തണ്ടുള്ള ഒരു ഭാഗമായിരുന്നു, ഞാനതങ്ങ് കുത്തി കൊടുത്തു. ഇപ്പം നന്നായിട്ട് വെള്ളമുണ്ട് ഇതിനകത്ത്, പക്ഷെ ആ വെള്ളം ഒരു പ്രശ്നമല്ല. ഇതാ ഇത്രയുള്ള ചെടിയിൽ നിന്ന് പോലും നമുക്ക് തൈകൾ ഉണ്ടാക്കാം. ഇതാ ഇത് ഞാൻ നുള്ളി വെക്കാൻ പോവാണ്. ഇത്രേ ഉള്ളൂ. ഇത്രയുള്ള ഈ ചെടി പോലും നമുക്ക് തൈകളാക്കി മാറ്റാം. ഇതാ ആ ഇല ഞാൻ പകുതിക്കേ വെച്ച നുള്ളിക്കളഞ്ഞത്, കാരണം അത് ഇത്ര നീളേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഇല പകുതിക്കേ വെച്ചാണ് ഞാൻ നുള്ളിക്കളഞ്ഞത്. ഇത് കണ്ടോ, ഒന്നാമത് ഇവാപ്രേഷൻ വഴി വെള്ളം നഷ്ടപ്പെടുന്നത് കുറയ്ക്കും, കൂടാതെ ഇല മണ്ണിൽ മുട്ടാതിരിക്കും. ഇത്രയും നീളം മതി ഒരു ചെടി പിടിപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങോട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. മണ്ണിൽ മുട്ടി നിൽക്കുന്ന ഇല ഒന്ന് പൊക്കിയിടുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഹാങ്ങിമീങ്ക നമുക്ക് കളയാതെ പിടിപ്പിച്ചെടുക്കാം. ഇനി നനയ്ക്കേണ്ട, മണ്ണ് ഉണങ്ങിയെന്ന് ഉറപ്പി വന്നാൽ മാത്രമേ നനയ്ക്കുള്ളൂ, നനയ്ക്കില്ല. ഇത് കണ്ടോ, ഇന്നലെ നനയ്ക്കാനായിട്ട് വിട്ടുപോയൊരു ഹാങ്ങിമീങ്കയാണ്. ഒരു തുള്ളി ജലാംശമില്ല, പക്ഷെ അത് വാടിയിട്ടില്ല. നോക്കിക്കേ, ഒട്ടും വെള്ളമില്ല ഇതിനകത്ത്. കണ്ടോ, മണ്ണിനകത്ത് വെള്ളമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നനയ്ക്കണം, ഇന്ന് നനയ്ക്കണം കേട്ടോ. ഇന്ന് നനച്ചില്ലെങ്കിൽ അത് വാടിപ്പോവും. അപ്പോൾ വെള്ളം ജലാംശം ഇല്ലേലും നിൽക്കുന്നൊരു ചെടിയാണ് ഹാങ്ങിമീങ്ക. ഇത് നമ്മൾ സെയിലിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ചെടികളാണ്. ഈ കളറുകളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ബേബി പിങ്ക് ഉണ്ട്, പിന്നെ ഹാലോ എന്ന് പറയുന്ന നടുക്ക് ആ റൗണ്ടുള്ള വെള്ള റൗണ്ടുള്ളത്, പിന്നെ വൈറ്റ്, റെഡ്, ഇങ്ങനെ 4 കളറാണിപ്പോൾ ഉള്ളത്.
ഈ വലിപ്പത്തിലുള്ള ചെടികളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. 4 കളറാണുള്ളത്. എല്ലാം തന്നെ ബ്രാഞ്ചസ് വന്നു തുടങ്ങിയതാണ്. പൂക്കളായി കളർ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ സെയിലിനിട്ടേക്കുന്നത്. അപ്പം നല്ലൊരു റെഡുണ്ട്. റെഡിന് നടുക്ക് ഒരു ചെറിയ വൈറ്റ് സ്പോട്ടുള്ള പേൾ ഡോട്ട് എന്ന് പറഞ്ഞ ഇനമാണ് ഒന്ന്. പിന്നെ ഒന്ന് ഈ ഹാലോ എന്ന് പറഞ്ഞ ഈ കളറ്, പിന്നെ വൈറ്റ്, പിന്നെ ബേബി പിങ്ക്. അങ്ങനെ 4 കളറാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. കൊറിയർ ചാർജ് ഉൾപ്പെടെ 420 രൂപയാണ്. പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. കോള് വിളിക്കരുത്. കാരണം എല്ലാ കോളും വന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടാകും. തിരക്കുള്ള സമയമാണ്. അപ്പോൾ കോള് വിളിക്കില്ല. മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് ഇടണം കേട്ടോ. ഇപ്പോൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ 420 രൂപയാണ്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്